إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടുകയും ആ ആയുസിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചതാരോ അവരാണ് നല്ല ആളുകൾ എന്നാണ്. ഇതിൽ 2 പോയിന്റുകളാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന്, നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ളതാണ്, പ്രവർത്തിക്കാനുള്ളതാണ്. 2, ആ പ്രവർത്തനം നല്ല പ്രവർത്തനമായി മാറേണ്ടതുണ്ട് എന്നത്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് വിജയമുണ്ടാകുന്നത്. നമ്മുടെ ആയുസ്സിൽ ഈ പറയപ്പെട്ട കാര്യമില്ലെങ്കിൽ, സൽപ്രവർത്തനങ്ങളില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണെന്നർത്ഥം. അതാണ് വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ മനഃപ്പാഠമുള്ള ചെറിയ അധ്യായമായ സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ്സാണ്, അവന്റെ ജീവിതമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയത്തിലാണ്, അവൻ തീരാ നഷ്ടത്തിലാണ്. ഇന്നിന്ന ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന്, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ്സാലിഹാത്ത്,
ആ വിശ്വാസത്തിനനുസരിച്ച് സൽപ്രവർത്തനങ്ങൾ ഉണ്ടായവർ. അപ്പോൾ നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസവും സൽപ്രവർത്തനങ്ങളുമാണ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഒരാൾ മരിക്കുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ജീവിതം നൽകിയത്, എനിക്ക് സമയം നൽകിയത്, എനിക്ക് അവസരം നൽകിയത്, എനിക്ക് ആയുസ് നൽകിയത് പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. എൻ്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ന് ബോധ്യം വരുന്നൊരു സമയം സഹോദരങ്ങളെ നമ്മുടെ മരണസമയമാണ്. അതാണ് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമസ്കാരത്തിൽ, ജുമുഅ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് അല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ധനവും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ എന്ന്. നമ്മൾ സമ്പത്തുണ്ടാക്കുന്ന തിരക്കുകളിൽ, മക്കളെ കുറിച്ചുള്ള വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് അതൊന്നും നമ്മളെ തടയാൻ പാടില്ലെന്നർത്ഥം. അങ്ങനെ തടഞ്ഞാലോ സമ്പത്തുണ്ടാക്കുന്ന തിരക്കുന്നതിനിടയിൽ സഹോദരങ്ങളെ നമ്മൾ മരിച്ചാൽ നമുക്കുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. അതാണ് അള്ളാഹ് പറഞ്ഞത്, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അവൻ പരാജയപ്പെട്ടു എന്ന്, അവന് നഷ്ടം പറ്റി എന്ന്. എന്നിട്ട് അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തി, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ, സൽപ്രവർത്തനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമെന്ന അവധി അത് നിങ്ങളിൽ എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യണം. മരണം എത്തുമ്പോൾ അവൻ പറയും, ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ കുറച്ച് സമയം കൂടി എന്താണ് എനിക്ക് നീ നീട്ടിത്തരാത്തത്, അവൻ അല്ലാഹുവോട് പറയുമെന്നാണ്. ഫഅസ്വദ്ദക, എനിക്കൊരു അല്പം സമയം കൂടി തന്നാൽ അല്ലാഹ് ഞാൻ സദഖ ചെയ്യാം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിലാവാം എന്നവൻ പറയും. പക്ഷെ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ സഹോദരങ്ങളെ അവന് നീട്ടിക്കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരുപാട് സൂറത്തുകളിൽ അല്ലാഹു ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ, മരണം അവരിലേക്ക് എത്തുമ്പോൾ അവൻ പറയും, അല്ലാഹ് ഒന്നുകൂടി മടക്കിക്കൊണ്ട, ദുനിയാവിലേക്ക് ഒരവസരം കൂടി, കുറച്ച് സമയം കൂടി എനിക്ക് ജീവിക്കാൻ അവസരം നൽകിയാൽ ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ സൽപ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷെ അല്ലാഹ് പറയുന്നു, കല്ലാ, ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ പറയുന്ന വെറും വർത്തമാനം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി എത്തിയാൽ പിന്നെ നീട്ടി കൊടുക്കുകയില്ല. റബ്ബന അഖിർനാ ഇലാ അജലിൻ ഖരീബ്, മരണം മുന്നിൽ കാണുമ്പോൾ, നരകശിക്ഷ കാണുമ്പോൾ അവർ പറയും, റബ്ബേ ഒരല്പസമയം കൂടി ഞങ്ങളെ ദുനിയാവിലേക്ക് തിരിച്ചയച്ചാലും. എന്തിനാണ്? രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ്. ഞങ്ങൾ നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ, നിന്റെ ദഅവത്തിന് ഞങ്ങൾ ഉത്തരം കൊടുക്കാം, നിന്റെ വേദഗ്രന്ഥങ്ങൾ നിങ്ങൾ സത്യപ്പെടുത്താം, നിന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്താം, നിന്റെ വേദഗ്രന്ഥത്തെ ഞങ്ങൾ ചെവിക്കൊള്ളാം, പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുകയില്ല. ഈ ആയത്തുകളൊക്കെ എടുത്തുകൊടുത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ഫകുല്ലു മുഫർരിതിൻ യൻദമു ഇൻദൽ ഇഹ്തിലാർ എന്നാണ്. സമയം പാഴാക്കി കളഞ്ഞ ആളുകൾ, ഒരു ഉപകാരവും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് അവന്റെ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഉമ്മത്തിനോ ഉപകാരമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് സമയം പാഴാക്കിയ ആളുകളുണ്ടല്ലോ, മരണത്തിന്റെ സമയത്ത് അവൻ ഖേദിക്കും. വയസ്അലു തൂലൽ മുദ്ദ വലൗ ശൈഅൻ യസീറാ, ഒരല്പസമയമെങ്കിലും കൂട്ടിത്തരാൻ വേണ്ടി അവൻ വീണ്ടും വീണ്ടും ചോദിക്കും. യസ്തഅതിബു വയസ്തദ്രികു മാ ഫാതഹു, അവൻ നഷ്ടപ്പെടുത്തിയ അമൂല്യമായ സമയത്തിന്റെ
മൂല്യം ബോധ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും അത്. പക്ഷെ അവന് നഷ്ടപ്പെട്ടു പോയി. അവൻ നഷ്ടപ്പെടുത്തിയ സമയത്തിനനുസരിച്ച് അവന് ഖേദമുണ്ടാകും. മരണമാകുന്ന യാഥാർത്ഥ്യം അവന്റെ ജീവിതത്തിൽ വന്ന് കഴിഞ്ഞുപോയി, അവസരങ്ങൾ തീർന്നുപോയി, എന്ത് ചെയ്തോ അതവന് ഉണ്ടാകും എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. സമയം പാഴാക്കിയ ഏതൊരു വ്യക്തിയും സഹോദരങ്ങളെ, ആ മരിക്കുന്ന സമയത്ത് നമുക്ക് വേദനയുണ്ടാകും. നമ്മൾ പലതും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നെല്ലാവരും ചിന്തിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് നിഅമത്തുകൾ, ഒന്ന് അസ്സിഹതു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷേ ജനങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം എന്ന അള്ളാഹുവിന്റെ നിഅമത്താണ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ആളുകൾ വഞ്ചിക്കപ്പെടുന്നു. രണ്ടാമത്തെ സമയമാണ് ഒഴിവ് സമയം, അതും വലിയ നിഅമത്താണ്. ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഏറ്റവും വലിയ രണ്ട് നിഅമത്തുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാണ്. മഗ്ബൂൻ എന്ന് പറഞ്ഞാൽ മൂല്യമേറിയ ഒരു വസ്തു അതിന്റെ മൂല്യമറിയാതെ, അതിന്റെ വില അറിയാതെ പാഴാക്കി കളയുന്നതിന് പറയുന്ന പേരാണ്, ആ വാക്കാണ് ഗബൻ എന്നത്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രയോഗിച്ചത്. സഹോദരങ്ങളെ, സമയം, അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരെ, നിങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. മനുഷ്യരെ, നിങ്ങൾക്കൊക്കെ ഒരു ഇത്ര ദിവസം നിങ്ങൾ ജീവിക്കണം എന്ന് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. യബ്ന ആദം, ഓ ആദം സന്തതികളെ, കൂട്ടരെ, മനുഷ്യരെ, ഇന്നമാ അൻത അയ്യാം, നിങ്ങൾ ചില ദിവസങ്ങൾ മാത്രമാണ്. ഫഇദാ ദഹബ മിൻക യൗമുൻ ദഹബ ബഅദുക, നിങ്ങളിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കൂടിയ ഒരു രൂപമാണ് നമ്മളൊക്കെയും. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് മുറിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടണം. നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു നഖം നഷ്ടപ്പെട്ടതുപോലെ, ഒരു വിരല് നഷ്ടപ്പെട്ടതുപോലെ, ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടതുപോലെ, ഒരു കൈ നഷ്ടപ്പെട്ടതുപോലെ ദിവസങ്ങൾ തീരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പലതും ഇങ്ങനെ കൊടിഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടണം. നമ്മുടെ ആയുസ്സാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഖബറിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്, പരലോകത്തിലേക്കാണ് നമ്മൾ മുന്നിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന ബോധം വേണം. അതാണ് ഒരു കവി പറഞ്ഞത്, ഇന്നൽ ഹയാത ദഖായിഖും വസവാനി ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് നോക്കൂ നിങ്ങൾ, ഒരു മിടിപ്പ് കാണാം. ആ മിടിപ്പ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണത്? ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. നിങ്ങളുടെ ആ മിടിപ്പുണ്ടല്ലോ, നിങ്ങളോട് സംസാരിക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ചില മിനിറ്റുകളും ചില സെക്കൻഡുകളും ചില മണിക്കൂറുകളും ചില ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങളോട് ഇങ്ങനെ, നമ്മുടെ ഹൃദയം ഇങ്ങനെ, ആ ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ലോകമറിയപ്പെട്ട മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ കൂഫ പള്ളിയിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും പോയി, പക്ഷെ അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, എല്ലാവരും പോയി, എന്താ താങ്കൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്? എന്തോ കാത്തിരിക്കുന്നത് പോലെയുണ്ടല്ലോ, ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ്. അദ്ദേഹം പറഞ്ഞത്, അൻതദിറുൽ മൗത്ത്, ഞാൻ മരണത്തെയാണ് കാത്തിരിക്കുന്നത്. മുൻദു 30 സന, 30 വർഷമായി ഞാൻ അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാളോടും എനിക്ക് ഇടപാടുകൾ തീർക്കാനില്ല. ഞാൻ കടം വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. ആരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കണമോ അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇനി മരണത്തെ, ആ അതിഥിയെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാറുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത്, എനിക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകാറുണ്ടോ?
ഫലൗ അന്ന ലനാ കറ ഫനകൂന മിനൽ മുഅ്മിനീൻ. എനിക്ക് ഒരു തവണ കൂടി അവസരം തന്നാൽ ഞാൻ മുഅ്മിനാകാം, ഞാൻ പ്രവർത്തിക്കാം എന്ന് എല്ലാവരും പറയും എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. മരിക്കുമ്പോൾ മാത്രമല്ല, ആ ഖബറിൽ അവിടം കഴിഞ്ഞ് മഹ്ശറിൽ നരകത്തിലെത്തുമ്പോൾ അവിടെ മുറവിളി കൂട്ടുന്നതിനെ കുറിച്ച് സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ വെച്ച് ചില ആളുകൾ മുറവിളി കൂട്ടും, അവർ അട്ടഹസിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു വിട്ടാലും, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ പ്രവർത്തിക്കാത്ത ഒരുപാട് കർമ്മങ്ങളുണ്ട്, സൽപ്രവർത്തനങ്ങളുണ്ട്, അല്ലാഹ് ഇനി ഞങ്ങൾ ചെയ്യാം. അവർ അല്ലാഹുവോട് ആവശ്യപ്പെടും. അല്ലാഹ് അങ്ങ് സമ്മതിക്കുമോ? ഇല്ല ഇല്ല. അല്ലാഹ് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം നിനക്ക് സമയം തന്നില്ലേ? വജാഅകുമുൻ നദീർ, ഇതൊക്കെ പറഞ്ഞു തരാൻ നദീറുമാർ നിങ്ങളിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ഫദൂഖൂ, നീ ഇവിടെയുള്ള ഈ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക. ഫമാലിൽ ളാലിമീന മിൻ അൻസാർ, ഇന്ന് ഒരു സഹായം ഉണ്ടാവില്ല കേട്ടോ എന്നാണ് അള്ളാഹ് നമ്മളോട് പറയുന്ന വർത്തമാനം. സഹോദരങ്ങളെ, ഖുർആൻ അള്ളാഹു നമുക്ക് വിവരിച്ചു തരാണ്. അന്ന് നരകത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ അവരുടെ മുഖത്തിലുള്ള മാംസങ്ങളെല്ലാം കരിഞ്ഞുപോയി പല്ലിളിച്ചവരായി നിങ്ങൾക്ക് അവരെ കാണാം. നോക്കൂ, നിങ്ങൾ പല്ലിളിച്ചവരായി. നമ്മളെ ഈ മുഖത്തുള്ള മാംസം പോയാൽ പല്ല് മാത്രം ഉണ്ടാവുക. അതിങ്ങനെ കാണുമ്പോ സഹോദരങ്ങളെ പല്ലിളിച്ചവരെ പോലെ നമുക്ക് അനുഭവപ്പെടും. അല്ലാഹ് ചോദിക്കുന്നത്, അലം തകുൻ ആയാതി തുത്ല അലൈക്കും, എന്റെ ആയത്തുകൾ നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടിരുന്നില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആയത്ത് നിങ്ങൾ കേട്ടിരുന്നില്ലേ, നിനക്ക് ഉണ്ടാകുമെന്ന്. ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, എന്നിട്ടും നിങ്ങൾ അതിനെ കളവാക്കി കാര്യമായി എടുത്തില്ല. അപ്പോൾ അവര് പറയും, ഖാലൂ റബ്ബനാ വലബത് അലൈനാ ശിഖവതുനാ, ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചിരിക്കുന്നു. വകുന്നാ ഖൗമൻ ളാലീൻ, ഞങ്ങളൊക്കെ വടിവേച്ചവരായിരിക്കുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവന്നാലും, ഒരവസരം കൂടി തന്നാലും, ഫഇന്നുദ്നാ, ആ അവസരം കിട്ടിയിട്ട് വീണ്ടും ദുനിയാവിൽ പോയിട്ട് വീണ്ടും നിന്നെ കളവാക്കിയാൽ, ഫഇന്നാ ളാലിമൂൻ, അപ്പോൾ ഞങ്ങൾ അക്രമിയാണ്, അതുകൊണ്ട് ഒരവസരം കൂടി. പക്ഷെ അല്ലാഹ് പറയുന്ന മറുപടി എന്താണെന്നോ? ഇല്ല ഇല്ല, നീ ഇവിടെ നിന്ദനായി കഴിഞ്ഞോ. വലാ തുകല്ലിമൂൻ, എന്നോട് ഇനി സംസാരിക്കണ്ട, ഞാനിത് കേൾക്കാൻ പോകുന്നില്ല. അല്ലാഹ് പറയും നമ്മളോട്, എന്നോട് ഇനി സംസാരിക്കണ്ട എന്ന്. എന്നിട്ട് അല്ലാഹു അവരെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയും. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, നിങ്ങൾ ഇത് കളവാക്കുമ്പോ, ഇതിനെയൊന്നും കാര്യമായി എടുക്കാൻ നിങ്ങൾ നടക്കുമ്പോ, എന്നിൽ നിന്നുള്ള എന്റെ അടിമകൾ ഉണ്ടായിരുന്നു ഒരു വിഭാഗം. അവരെന്താ പറഞ്ഞിരുന്നതെന്നോ? യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. അവര് പറയുന്നത്, റബ്ബേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യണേ, നീ കരുണ ചെയ്യുന്നതിൽ ഉത്തമനാണല്ലോ അല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് വേണം, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഫത്തഖത്തുമൂഹും സിഖ്രിയ, ആ മുസ്ലിമീങ്ങളെ നിങ്ങൾ കണ്ടപ്പോ അവരെ ഒരു പരിഹാസപാത്രമായി കണ്ടു. നിങ്ങൾ സ്ത്രീകളെ കാണുമ്പോൾ ഒരു പരിഹാസം, അവരെ നിങ്ങൾ കളിയാക്കുകയാണ്. ഹത്താ അൻസൗകും ദിക്രി, നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ മറന്നുപോയി, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല. വകുൻതും മിൻഹും തൽഹഖൂൻ, മുസ്ലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കഴിച്ചു. ഇന്നി ജസൈതുഹുൽ യൗമ ബിമാ സബറൂ, അതൊക്കെ അവർ ക്ഷമിച്ചത് കൊണ്ട് അവർക്ക് ഇന്ന് ഞാൻ പ്രതിഫലം കൊടുക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ, അവരാണ് ഇന്നത്തെ വിജയികൾ എന്നാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് നമുക്കറിയില്ല. നമ്മുടെ ആയുസ്, നമ്മുടെ സമയം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മൂല്യമുള്ളതാണത്. മൂല്യം നമുക്ക് മനസ്സിലാകും നമ്മുടെ മരണസമയത്തായിരിക്കും. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മുൻഗാമികൾ ദീനാറുകളെക്കാൾ ദിർഹമുകളെക്കാൾ അവരുടെ സമ്പത്തിനേക്കാൾ അവർ പ്രാധാന്യം കൊടുത്ത സമയത്തിനായിരുന്നു. ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ കരയാറുള്ള പണ്ഡിതന്മാര് ഉണ്ടായിരുന്നു മുൻകാലഘട്ടത്തിൽ.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, മാ നദിംതു അലാ ഷൈ, ഞാൻ ഒന്നിനെ കുറിച്ചോർത്തും ഞാൻ ഖേദിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഖേദിച്ചിട്ടുണ്ട്. വനദിമി അലാ യൗമിൻ, ഒരു ദിവസം അതിനെ കുറിച്ചോർത്ത് ഞാൻ ഖേദിക്കാറുണ്ട്. ദഹബത് ഗറബത് ശംസുഹു, സൂര്യൻ അസ്തമിച്ചു പോയി. വനഖസ ഫീഹി അജലി, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൂടി കൊഴിഞ്ഞു പോയി, എന്റെ ആയുസ് കുറഞ്ഞു പോയി. വലം യജിദ് ഫീഹി അമലി, എന്റെ അമലിൽ നിന്ന് ഒന്നും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഞാൻ ഖേദിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് സമയത്തെ മൂല്യമുള്ളതായി കാണുകയും നമുക്ക് അമൽ ചെയ്യാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സഹോദരങ്ങളെ നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമയത്തെ വിനിയോഗിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട ഓരോ ബാധ്യതകളെ കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോന്നും അതതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ വലിറബ്ബിക അലൈക ഹഖ്ഖ വലിദൈഫിക അലൈക ഹഖ്ഖ വഇന്ന ലിഅഹ്ലിക അലൈക ഹഖ്ഖ ഫഅതി കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബക്കാരോട്, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ സ്വയം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ അതിഥികളോട് നിനക്ക് ബാധ്യതയുണ്ട്. എല്ലാവരുടെ ബാധ്യതയും നീ മുറപ്രകാരം നിർവഹിക്കണം എന്നതാണ്. ഓരോരുത്തരോടുമുള്ള ബാധ്യത നിർവഹിക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ സമയത്തെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അത് അതിന്റെ സമയത്ത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. ഭാര്യയോടുള്ള ഹക്ക് നമ്മൾ പൂർത്തീകരിക്കുക. നമ്മുടെ സ്വയം ശരീരത്തോട് നമുക്ക് ചില ഹക്കുകളുണ്ട്. ഉറങ്ങുക എന്നത് നമ്മുടെ ശരീരത്തിനോട് കൊടുക്കേണ്ട ഹക്കാണ്, അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് കൊടുക്കേണ്ട ഹക്കാണ് അവനുള്ള ഇബാദത്തുകൾ, അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹ് പറഞ്ഞില്ല, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ഒന്നിൽ നിന്ന് ഒഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നീ കയറുക, അതിൽ നിന്നൊഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ദുനിയാവിന്റെ ഒരു കാര്യം ചെയ്താൽ പിന്നെ ആഖിറത്തിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ കാര്യം. ഇതാണ് അതിലുള്ള ഒരു തഫ്സീർ. സഹോദരങ്ങളെ, അതാണല്ലോ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക്, ജുമുഅക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഖുത്ബ കേൾക്കാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വരിക. വദറുൽ ബൈഅ, കച്ചവടം ആ സമയത്ത് നിങ്ങൾ മാറ്റിവെക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് കേട്ടോ ഉത്തമം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഫൈദാ ഖുദിയത്തിസ് സ്വലാഹ്, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഖുത്ബ ജുമുഅ കഴിഞ്ഞാൽ, ഫൻതശിറൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതമാവുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ലിനെ നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യം നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പോൾ ദിക്ർ കഴിഞ്ഞാൽ ദുനിയാവിന്റെ കാര്യം, ദുനിയാവിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിന്റെ കാര്യം. ഇങ്ങനെ ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ജീവിതം സൽ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീനാകുന്ന മരണം നിന്നിലെത്തും വരെ നീ ഇബാദത്തുകളിൽ വ്യാപൃതമാവുക. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ 40, നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ ഖദമുകൾ, കാൽപാദങ്ങൾ എടുത്തു വെക്കാൻ കഴിയില്ല 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ. അതിൽ ഒന്ന് പറഞ്ഞു, അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ ആയുസിനെ കുറിച്ചാണ്, സമയം നീ എന്തിനാണ് ചെലവഴിച്ചത് എന്ന്. വഅൻ ശബാബിഹി ഫീമ അബ്ലാ, നമ്മുടെ യുവത്വത്തെ കുറിച്ച് ചോദ്യമുണ്ടാകും, നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു എന്ന്.
മൂന്നാമത്തെ ചോദ്യം വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ. നമ്മുടെ പണത്തെ കുറിച്ച് ചോദ്യമുണ്ട്. എവിടുന്നാ സമ്പാദിച്ചത്, എങ്ങനെ സമ്പാദിച്ചത്, ഹലാലായ മാർഗത്തിലാണോ ഹറാമിലാണോ, എവിടെയാണ് നീ അതിനെ ചെലവഴിച്ചത്, നല്ല വഴിക്കാണോ ചീത്ത വഴിക്കാണോ, ചോദ്യമുണ്ടാകും. വഅൻ ഇൽമിഹി ഫീമ അമിൽ വഅൻ ഇൽമിഹി മാദാ അമില ഫീഹി. നമ്മുടെ ഇൽമിനെ കുറിച്ച് എന്താ നിന്റെ ഇൽമ കൊണ്ട് നീ പ്രവർത്തിച്ചത്, ചോദ്യമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനനുസരിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോയി ദീനിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ മദ്രസക്ക് വേണ്ടിയാണ്. ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസക്ക് വേണ്ടിയാണ്. എല്ലാവരും കാര്യമായി തന്നെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.